ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് മച്ചാമാരെ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ് ചെയ്യാത്തവരുണ്ട്, ഉറപ്പായിട്ട് സബ് ചെയ്യുക, അതുപോലെ ലൈക്ക് അടിച്ച് പോരേക്കുക മച്ചാമാരെ. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോണേ പ്ലെയർ എക്സ്ചേഞ്ചിൻ്റെ ടോക്കണെ പറ്റി ഒരു കാര്യം വന്നിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു എന്താ പറയുക കറക്റ്റ് ഐഡിയ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇന്നത്തെ പറയാൻ പോണേ. പിന്നെ വരാൻ പോണ ക്യാമ്പയിന്, കോയിന്, പിന്നെ അതുപോലെ ജേഴ്സി, ഈവൻറ്റ്, എപ്പിക്ക് എല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കിടക്കാം ഗൈസ് മച്ചാമാരെ. അപ്പോൾ ആദ്യമായി പറയാൻ പോകണമെന്ന് വെച്ചാൽ നമ്മുടെ കൊനാമി ഇനിയിപ്പം കൊണ്ടുവരാൻ പോകുന്ന ഒരു കാർണിവലായിരിക്കും നമ്മുടെ ബ്രസീലിയൻ്റെ കാർണിവൽ. കാരണം നിങ്ങൾക്കറിയാം, കഴിഞ്ഞ വർഷം ഇതേ ഒരു സമയത്തായിരുന്നു ഇവർ നമുക്ക് ഫ്രീ ആയിട്ടുള്ള നമ്മുടെ ബ്രസീലിൻ്റെ ഒരു എപ്പിക് പാക്ക് ഓപ്പണിങ്ങും, അതുപോലെ തന്നെ നമ്മുടെ ബ്രസീലിൻ്റെ നിങ്ങൾക്ക് ഉറപ്പായിട്ട് അറിയാം മാർക്കിനസ്, നെയ്മർ, കാഫു ഇങ്ങനെയുള്ള കുറച്ച് പേരുടെ കാർഡുകളൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് അവർ തന്നിരുന്നു, മാർക്കിനസ്. അപ്പോൾ എന്തായാലും കേസ് ഉറപ്പായിട്ടും ഈ ഒരു കാർണിവൽ ഉറപ്പായിട്ടും ഇനി വരാൻ പോകുന്ന ഒരു കാർണിവലാണ്. പിന്നെ അതുപോലെ മച്ചാൻ വരെ എന്തായാലും നമ്മുടെ ചൈനീസ് വേർഷൻ്റെ നിങ്ങൾക്കറിയാം, ചൈനീസ് വേർഷൻ എല്ലാവരും ഏകദേശം കുറച്ച് പേരൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാകും. രണ്ട് യൂസ് ചെയ്യുന്ന നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സ്, യൂസേഴ്സ് ഉണ്ട്. പിന്നെ കോഡിൻ്റെ ഒരു പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പോൾ മച്ചാൻ വരെ എന്തായാലും നമ്മുടെ ചൈനീസ് സംഭവം എന്ന് വെച്ചാൽ ചൈനീസ് വരുന്ന പോലെ ഗ്ലോബലി ഇന്ത്യൻ യൂസേഴ്സിനും കുറച്ച് കോയിനും കാര്യങ്ങളും അവർ തരുമെന്ന് ഓൾറെഡി ഒഫീഷ്യലൊക്കെ തന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം മച്ചാൻ വരെ. അപ്പോൾ ഇനി ഈ മൺഡേ വരാൻ പോണ പാക്ക് എന്ന് വെച്ചാൽ നമ്മുടെ ഇംഗ്ലീഷ് ഗാർഡിയൻസും അല്ലെങ്കിൽ മിക്കവാറും ഇറ്റാലിയൻ അറ്റാക്കേഴ്സും ആയിരിക്കും. കാരണം ചെക്ക് ഇവരുടെ ഒരു കാർഡ് മിക്കവാറും വരാനുണ്ട്. അപ്പോൾ മിക്കവാറും നമ്മുടെ ഇംഗ്ലീഷ് ഗാർഡിയൻസ് ആയിരിക്കും ഈ വരുന്ന തിങ്കളാഴ്ച ചെയ്യാൻ പോവാം. പിന്നെ കൈസ് നിങ്ങൾക്ക് ഉറപ്പിക്കാം, കസിലിയാസും നമ്മുടെ റോബർട്ടോ കാർലോസും ഓൾറെഡി ഈ രണ്ട് പ്ലേയേഴ്സിൻ്റെ പേര് എനിക്കറിയില്ല, പാർക്കാന്ന് തോന്നുന്നു, 102 റേറ്റഡ് അതർ ഡെയിലി ഗെയിംസ്. അപ്പോൾ മിക്കവാറും ഡെയിലി ഗെയിംസിൽ ഇനി വരുന്നതിൽ ഉൾപ്പെടുത്താൻ പോകുന്നത് മിക്കവാറും നമ്മുടെ ഈ ഒരു 5 പേരിൽ 2 പേരെങ്കിലും എന്തായാലും നമ്മുടെ കൊനാമി ഓൾറെഡി ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഓക്കെ. പിന്നെ മച്ചവരെ നിങ്ങൾ എല്ലാവരും കുറേ പേര് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ എന്താ പറയുക നമ്മുടെ മാൾഡിനി പാക്കിന് വേണ്ടിയിട്ടൊക്കെ കോയിൻ. അപ്പോൾ ഉറപ്പായിട്ട് എത്ര കോയിനാണ് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം മച്ചാൻ. പിന്നെ ഒരു പ്രഡിക്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ പോർട്ട് ബൈ UCL പ്രഡിക്ഷനാണ് 6-ാം തീയതി, അതായത് നാളെ വരാൻ പോകണം. നാളെ നമ്മൾ രാവിലെ 10 മണി തൊട്ടും ഉച്ചയ്ക്കൊരു 12:15 വരെ ലൈവ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ജോയിൻ ചെയ്യാം മച്ചാൻ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഗ്രീസ്മാനൊക്കെയാണ് നമ്മുടെ പ്രഡിക്ഷൻ പാക്കിലുള്ളത്. ഇതേപോലെ നമ്മുടെ പോർട്ട് വേ പ്രഡിക്ഷനും ഉണ്ട്. ഓക്കെ, എന്തായാലും നമ്മുടെ സ്ഥലമൊക്കെ ഉണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. പിന്നെ മച്ചാമാരെ ഓൾറെഡി നിങ്ങൾക്കറിയാം നമ്മുടെ അംബാസഡർ പാക്കുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ ബ്രൂണോ ഒക്കെ വന്നുകൊണ്ട് അവരുടെ ഒരു പാക്കിൻ്റെ ചാൻസ് ഉണ്ട്. പിന്നെ അലക്സാണ്ടർ ആർണോൾഡ് ഇങ്ങനെ ഒരു പാക്ക് മിക്കവാറും കൊനാമി ഈ അടുത്ത് തന്നെ എന്തായാലും പ്രസൻറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. പിന്നെ ഫുട്ബോൾ ബ്രാൻഡ് അംബാസഡർ ആണല്ലോ ബ്രൂണോ ഫെർണാണ്ടസ്. പിന്നെ മച്ചാമാരെ ഓൾറെഡി ഈ ഒരു ജേഴ്സി മിക്കവാറും നമുക്ക് കിട്ടുന്ന ഒരു ജേഴ്സിയാണ്. പിന്നെ ലെജൻഡറി പ്രസൻറ്റ് ടോട്ടിയും മെക്കലേലയും ഡെൽപിയാരും ഇങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്, കാരണം 5 സ്റ്റാർ ആണ് ഗൈസ്. പിന്നെ ഒരു പ്രഡിക്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ കെന്നവാര ചാൻസ് ഉണ്ട് പാക്കിൽ എന്തായാലും വരാൻ. പിന്നെ ഗൈസ് നിങ്ങൾക്കറിയാം പാട്രിക് വിയേര ഇന്നത്തെ കൊണ്ട് നമ്മുടെ പാക്കിൽ നിന്ന് പോവുകയാണ്. അപ്പോൾ ആ ഒരു സ്ഥാനത്തേക്ക് മിക്കവാറും നമ്മുടെ മാനേജർ പാക്കായ സീക്കോയുടെ പാക്ക് അല്ലെ വാൻ ബാസ്റ്റൻ ഇവരൊക്കെ ആയിരിക്കും വരാൻ ചാൻസ്. ഓക്കെ മച്ചാമാരെ, അപ്പോൾ സീസൺ 4 ആണ് കാർണിവൽ വൈബ്. അപ്പോൾ എന്തായാലും നമുക്കിത് വെയിറ്റ് ചെയ്യാം, കാരണം കുറച്ച് കോയിനും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും കൊനാമി തരാണ്ടിരിക്കില്ല. പിന്നെ മച്ചാമാരെ 50 കോയിന്, അതുപോലെ തന്നെ നമ്മുടെ 150 സ്പെഷ്യൽ ലോഗിൻ ബോണസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും കൊനാമി ഈ ഫുട്ബോൾ നമുക്ക് കാർണിവൽ ക്യാമ്പയിനായിട്ട് തരുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ നെയ്മർ നിങ്ങൾക്കറിയാം സാൻഡോസി പോയിൻ്റെ ഒരു പാക്ക് ഇതുവരെ വന്നിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും അവർ തരുന്നതായിരിക്കും. പിന്നെ മച്ചാമാർ ഈ ഒരു റിയാലിറ്റിയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സെലക്ഷൻ കോൺട്രാക്ട് ഓൾറെഡി നമ്മുടെ ചൈനീസ് വേർഷനിലൊക്കെ വന്നു. അപ്പോൾ എന്തായാലും ഇനി ഇവർ ഗ്ലോബലി അതൊന്ന് നമ്മുടെയിലേക്ക് അപ്ഡേറ്റ് ചെയ്താൽ മതി, അത് മാത്രമേ ഉള്ളൂ മച്ചാമാരെ. അപ്പം ഇതാണ് ശരിക്കും സെലക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ പ്ലെയർ എക്സ്ചേഞ്ച് ടോക്കണിൻ്റെ യഥാർത്ഥ റിയാലിറ്റി എന്താ വെച്ചാൽ വേറൊന്നുമില്ല മച്ചാമാരെ. അതായത് ഇവർ പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇവരൊരു എപ്പിക് ബോക്സ് ഡ്രോ തരും. അതായത് നമുക്ക് കഴിഞ്ഞ അപ്ഡേറ്റിന് മുമ്പൊക്കെ ഉണ്ടായിരുന്നില്ലേ, അതുപോലെ. അതായത് ഗൈസ് നമ്മളൊരു 15 പ്ലേയേഴ്സിനെ, നല്ലൊരു കാര്യമാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ കൊനാമി എന്താണെന്ന് വെച്ചാൽ അവരൊരു നമ്മളെ ഊക്കി മേളിൽ കയറ്റുന്ന പോലെയാണ്. എന്നാലും കുഴപ്പമില്ല കേട്ടോ, അവർ തന്നല്ലോ ഗൈസ്. അതായത് 3 സ്റ്റാറിന് മേളിലുള്ള പ്ലേയേഴ്സിനെ നമ്മൾ എല്ലാവരും, അതായത് നമ്മളെല്ലാ യൂസേഴ്സും 15 പ്ലേയേഴ്സിനെ റിലീസ് ചെയ്യണം. അതായത് ഇതിലേക്ക് റിലീസ് ചെയ്ത് കളയുമ്പോൾ നമുക്ക് ഒരു എപ്പിക് ബോക്സ് ഡ്രോ തരും. അങ്ങനെയാണ് ഇവരിപ്പോൾ പറഞ്ഞത്. അതായത് നമുക്കിപ്പം വേണ്ടാത്ത 3 സ്റ്റാർ കൂടുതലുള്ള പ്ലേയേഴ്സിനെ എല്ലാത്തിനെയും റിലീസ് ചെയ്തിട്ട് ഇപ്പം ഇതിനകത്ത് ഇപ്പോൾ ഇവർ കാണിച്ചിരിക്കുന്നത് നമ്മുടെ സാബി അലോൺസോ, ഡേവിഡ് വില്ല, ടോണി ആഡംസ്, ഗുല്ലറ്റ്, പിന്നെ കോളാന്ന് തോന്നുന്നു, കോളിൻ്റെ ഇങ്ങനെ ഒരു പാക്ക് തരും. അതും 190 പ്ലേയേഴ്സ് ഉണ്ടാവും. അതിൽ നമ്മൾ കറക്കി എടുത്തോളാം. അതാണ് അവർ വന്നിരിക്കുന്ന പ്ലെയർ എക്സ്ചേഞ്ച് ടോക്കൺ ചൈനീസിലൊക്കെ എത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ത്യൻ യൂസേഴ്സിന് ഇത് തന്നെ ആയിരിക്കും. ഇനി ഗെയിമിലേക്ക് അപ്ഡേറ്റ് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾ കേൾക്കുന്നതാണ് മാസ്റ്റർ ലീഗിൻ്റെ കാര്യം. അത് ഇതുവരെ ഇവർ കൊണ്ടുവന്നിട്ടില്ല. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം, ഇവർ കൊണ്ടുവരുന്നതാണ് കേട്ടത് മച്ചാവരെ. അപ്പോൾ അത് തന്നെയാണ് ഇന്ന് പറയാനുള്ളത്. ആ 15 പ്ലേയേഴ്സിന് നമ്മൾ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞാൽ ഇവർ നമുക്ക് ഒരു എപ്പിക് ബോക്സ് ഡ്രോ തരും. അതാണ് സംഭവം ഗൈസ്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി മച്ചാവരെ പറയാനുള്ളത് നമ്മുടെ ഇങ്ങനെയൊരു സംഭവം കണ്ടിട്ടുണ്ട് ഈ ഡെയിലി ഗെയിമിൽ. അപ്പാണ് റോബനും ഈവാൻഡർ സാർ എന്ന് പറഞ്ഞിട്ട് GK ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം.
അപ്പോൾ മച്ചാമാർ ഇതൊക്കെയാണ് നമ്മുടെ വരാൻ പോകുന്ന അപ്ഡേറ്റും കാര്യങ്ങളും പ്ലെയർ എക്സ്ചേഞ്ചിൻ്റെ റിയാലിറ്റിയൊക്കെ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നതിനുണ്ട് ഉറപ്പായിട്ട് സബ് ചെയ്യുക. അതുപോലെ ഇതുപോലെ തന്നെ നല്ല അപ്ഡേറ്റും കാര്യങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾ എല്ലാവരും നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ ചെയ്ത് നോക്കുക. നാളെ നമ്മൾ മെയിൻ്റനൻസ് ലൈവ് ഉണ്ടാവും, അതുപോലെ തന്നെ രാത്രി 8 മണിക്ക് ലൈവ് ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക നല്ലൊരു അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ആവട്ടെ. അപ്പം നാളെ എന്തായാലും അപ്ഡേറ്റ് ഉണ്ടാവില്ല മച്ചാവരെ, കാരണം ഇവർ ഓൾറെഡി പറഞ്ഞിരിക്കുന്നത് അടുത്ത ആഴ്ച ആയിരിക്കും മിക്കവാറും അപ്ഡേറ്റ്. കൂടിപ്പോയ ഒരു 8 MB ഒക്കെ ഉണ്ടാവുള്ളൂ അടുത്ത ആഴ്ചത്തെ, അല്ലെങ്കിൽ നാളെ കേട്ടോ നാളെ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും, നല്ലൊരു ലൈവ് കാണുന്നതായിരിക്കും. ഓക്കെ ബൈ ഗൈസ്.